മാടായിക്കാവ് റോഡിന്റെ അനുബന്ധ പ്രവൃത്തി നിലച്ചതോടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ദുരിതം പേറുന്നു. കരാറുകാരുടെ അനാസ്ഥക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മാടായിപ്പാറ വഴിയുള്ള മാടായിക്കാവ് റോഡിന്റെ അനുബന്ധ പ്രവൃത്തിയാണ് നിലച്ചത്. 450 മീറ്റർ നീളമുള്ള റോഡ് ടാറിംഗ് ചെയ്തുവെങ്കിലും അനുബന്ധ പ്രവൃത്തികൾ നിലച്ച നിലയിലാണ്. സർക്കാർ 1.42 കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചത്. 450 മീറ്റർ റോഡിൽ ഇരുവശത്തുമായി നടപ്പാതകൾ, ഇരിപ്പിട സൗകര്യങ്ങൾ, സൗന്ദര്യവിളക്കുകൾ, കവാടം എന്നീ പ്രവൃത്തികളും നടത്തേണ്ടതുണ്ട്. മാടായിക്കാവ് പൂരോത്സവം തുടങ്ങുന്ന ദിവസങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ ജനരോക്ഷം ശക്തമായിരുന്നു. ഇത് കണ്ണൂർ വിഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. എന്നാൽ അനുബന്ധ പ്രവൃത്തി നിലച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന ഭക്തജനങ്ങൾ ഏറെ ദുരിതം പേറുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. പണി പൂർത്തിയായി എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ രണ്ട് സൈഡിലും ഭാഗങ്ങളൊന്നും പണി പൂർത്തിയല്ല. കർണാടക, കാസർഗോഡ് ഭാഗത്തുള്ള ഭക്തജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അവർക്കൊക്കെ വളരെ പ്രയാസം തന്നെയാണ് വാഹനം പാർക്ക് ചെയ്യാനും അതുപോലെ ഇവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ കരാറുകാരുടെ അനാസ്ഥയാണെന്നാണ് തോന്നുന്നത്. അവരുടെ ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെടുക, ഒന്ന് ശ്രദ്ധ ചെലുത്തണം, വളരെ വേഗത്തിലാക്കണമെന്ന് ഒരു അപേക്ഷ. റോഡിന്റെ ഉയരക്കൂടുതൽ കാരണം വാഹനങ്ങൾക്ക് റോഡരികിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഉടൻ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.